വേറെ ചോദ്യം കൂടെ വന്നിരിക്കുന്നത്, നമ്മൾ കോളേജിൽ പരാതി നൽകിയാൽ ഒരുപക്ഷെ കോളേജിന്റെ അധികാരികൾ അത് സപ്രസ് ചെയ്യുകയാണെങ്കിൽ, അത് മൂടി വെക്കുകയാണെങ്കിൽ, തക്കതായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുന്നതാണ്. ഇതിന് തക്കതായ നടപടി എന്ന് വെച്ചാൽ കോളേജ് അധികാരികളെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെ അറിയിച്ച നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-180-5522 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. അതുകൂടാതെ തന്നെ www.antiraging.in എന്ന വെബ്സൈറ്റിലും പരാതി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതും കൂടാതെ നമുക്ക് പോലീസ് സ്റ്റേഷനിലും നേരിട്ട് പരാതി ബോധിപ്പിക്കാം. പരാതി ബോധിപ്പിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അറേഞ്ച്മെന്റ്സ് UGC ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഥവാ കോളേജ് അധികാരികൾ അത് സപ്രസ് ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കാതെ പോവില്ല എന്ന് ഇതിലൂടെ നമുക്ക് ഉറപ്പാക്കാം. അത് കൂടാതെ തന്നെ പറയാനുള്ളത്, 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിന്യായമുണ്ട്. സുഖദേവ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസ് വളരെ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ നല്ല താല്പര്യത്തിന് വേണ്ട കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി അഥവാ കോളേജ് അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ വിധിന്യായത്തിന് അനുസരിച്ചുള്ള ശിക്ഷകൾ അനുഭവിക്കാൻ ഈ കോളേജ് അധികാരികൾ ബാധ്യസ്ഥരാണ്. ഇനി അഥവാ ഒരു നിയമ നടപടികളും കോളേജ് അധികാരികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ കേരള പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ടും PMS പ്രകാരമുള്ള അബറ്റ്മെന്റ് എന്ന സെക്ഷൻ പ്രകാരം ശിക്ഷ അനുഭവിക്കാൻ കോളേജ് അധികാരികൾ ബാധ്യസ്ഥരാണ്. അതുകൂടാതെ തന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ നിന്നും മെഡിക്കൽ കൗൺസിലിൽ നിന്നും, ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ നിലവിലില്ല, മറ്റൊരു ബോഡിയാണുള്ളത്, AICTE, പിന്നെ ഡെന്റൽ കൗൺസിൽ എന്നിങ്ങനെ സ്ഥാപനങ്ങളിൽ കൺട്രോളിംഗ് ബോഡീസിൽ നിന്ന് കിട്ടുന്ന യാതൊരു ഗ്രാന്റ്സും ധനസഹായങ്ങളും കിട്ടാൻ അർഹതയില്ലാതായി പോവുകയും ചെയ്യും. അത്രയും വിപരീതമായ ഫലങ്ങൾ കോളേജ് അധികാരികൾക്ക് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്.